2 ദിവസമായി വി.ഡി. സതീശൻ മിണ്ടുന്നില്ല. എന്തെങ്കിലും പന്തികേട്. 2 ദിവസമായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പിണറായി വിജയന്റെ വീട്ടിൽ നടന്ന റെയ്ഡുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് ഒന്നും തന്നെ മറുപടി പറയുന്നില്ല. മറിച്ച് അദ്ദേഹം എന്തൊക്കെയോ ഭാവമിടുന്നു. അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടുള്ള പൂക്കി ഭാവമാണോ അതോ മണിച്ചിത്രത്താഴിലെ പപ്പു എന്ന് പറയുന്ന കാട്ടുപറമ്പൻ എന്ന് പറയുന്ന ആ കഥാപാത്രം ചോദിക്കുന്ന എന്നെയൊന്ന് സൂക്ഷിച്ചു നോക്കിയേ എന്തെങ്കിലും പന്തികേടുണ്ടോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണോ സതീശൻ്റെ ഈ ഭാവമെന്ന് സോഷ്യൽ മീഡിയ ഒന്നടങ്കം ചോദിക്കുന്നു. കാട്ടുപറമ്പനെ പോലെ പെരുമാറുന്ന വി.ഡി. സതീശനെ കാണാം. പറഞ്ഞതുപോലെ അദ്ദേഹം സത്യപ്രതിജ്ഞ നടത്തിയതിനു ശേഷം കേന്ദ്ര അതിർത്തി അറിയിച്ചിട്ടുണ്ട്. ഇത്രയും വലിയ രാജ്യത്തിന് എന്തുകൊണ്ടാണ് മൗനം പാലിക്കണം? മൗനം പാലിക്കുന്നതാണ് പറയപ്പെടുന്നത്. ഡൽഹിയിൽ വെച്ചാണ് ഇത്തരമൊരു ഭാവം വി.ഡി. സതീശൻ ഇട്ടത്. വി.ഡി. സതീശനോട് മലയാളത്തിൽ ചോദിച്ചു, അങ്ങ് എന്തെങ്കിലും ഒന്ന് പറയൂ, അങ്ങ് മോദിയെ കണ്ടല്ലോ, അതിനുശേഷമാണോ പിണറായി വിജയന്റെ വീട്ടിൽ ഇത്തരത്തിൽ റെയ്ഡ് നടന്നത്? അങ്ങനെ മലയാളത്തിൽ ചോദിച്ച് മാധ്യമപ്രവർത്തകർ കുഴഞ്ഞപ്പോൾ ആരോ കരുതി ഇനി മലയാളം മനസ്സിലാകാഞ്ഞിട്ടാണോ എങ്കിൽ ഇംഗ്ലീഷിൽ ചോദിച്ചു കളയാമെന്ന് പറഞ്ഞുകൊണ്ട് ഇംഗ്ലീഷിൽ ചോദിച്ചിട്ടും അതേ ഭാവം തന്നെ, കാട്ടുപറമ്പന്റെ അതേ ഭാവം. പിന്നീട് ഡൽഹിയിൽ നിന്ന് അദ്ദേഹം കേരളത്തേക്ക് വരാനായി വിമാനത്താവളത്തിലെത്തിയപ്പോൾ വീണ്ടും മാധ്യമപ്രവർത്തകർ ചോദിച്ചു, എന്താണ് ഈ റെയ്ഡിനെ കുറിച്ച് അങ്ങ് എന്തെങ്കിലും ഒന്ന് പറയൂ, അങ്ങ് മുഖ്യമന്ത്രിയല്ലേ, എന്തെങ്കിലും ഒന്ന് പറയൂ. പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയന്റെ വീട്ടിലടക്കം ED റെയ്ഡ് നടക്കുന്നു, അതേപോലെ കേരളം കലാപഭൂമിയാക്കി CPM മാറ്റുന്നു, അങ്ങ് മുഖ്യമന്ത്രിയല്ലേ, എന്തെങ്കിലും ഇതേക്കുറിച്ചൊന്ന് പറയൂ. കേരളം കത്തിപ്പടരുന്നു, CPM-ന്റെ സമരത്തിൽ പലരും പ്രതിരോധത്തിലാകുന്നു, എന്താണ് അങ്ങയ്ക്ക് പറയാനുള്ളത്? വിമാനത്താവളത്തിൽ വെച്ച് ചോദിച്ചു, ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ വിടാതെ 4-5 തവണ ചോദിച്ചെങ്കിലും റെയ്ഡിനെ കുറിച്ച് മാത്രം അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല. എന്താണ് മുഖ്യമന്ത്രി സതീശന്റെ മനസ്സിൽ ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട് ഉള്ളത് എന്നതിനെ കുറിച്ച് നമുക്ക് യാതൊരു അറിവുമില്ല. അദ്ദേഹത്തിൻ്റെ മുഖത്തുള്ള ഈ പൂക്കി ഭാവമല്ലാതെ നമുക്കൊന്നും അറിയില്ല. അദ്ദേഹത്തിന് ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത്? അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന ഒരാളുടെ വീട്ടിൽ നടന്ന റെയ്ഡ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ നടന്ന റെയ്ഡ്, ആ റെയ്ഡിനെ കുറിച്ച് തീർച്ചയായും ഉത്തരവാദിത്തപ്പെട്ട ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ വി.ഡി. സതീശന് തീർച്ചയായിട്ടും എന്തെങ്കിലും പറയണ്ടേ? അദ്ദേഹത്തിന് പറയാനുണ്ട്. എന്തുകൊണ്ടാണ് സതീശൻ ഇങ്ങനെ മൗനം പാലിക്കുന്നത്? ഇന്ന് ബക്രീദ് ദിനമായ അദ്ദേഹം പാണക്കാട് തങ്ങളുടെ വീട്ടിലെത്തി. അവിടെയും മാധ്യമപ്രവർത്തകർ ചോദിച്ചു, എന്തെങ്കിലും അങ്ങൊന്ന് പറയൂ. അതിന് ഉത്തരമായി അദ്ദേഹം പറഞ്ഞത്, ഞാനിവിടെ ബക്രീദുമായി ബന്ധപ്പെട്ട് വന്നതാണ്, അതുകൊണ്ട് എല്ലാവർക്കും ബക്രീദ് ആശംസ. ജാതിമത വ്യത്യാസം ഇല്ലാതെ ഒരുമിച്ച് അവരെ ആഘോഷിക്കാൻ കഴിയുന്ന, കുടുംബങ്ങൾ തമ്മിൽ ഒരുമിച്ചിരുന്ന് ആഘോഷിക്കാൻ കഴിയുന്ന ദിവസങ്ങളായി ഇനി വരാനിരിക്കുന്ന ദിവസങ്ങൾ മാറണം. അതാണ് നമ്മുടെ ആഗ്രഹം. അത് കേരളത്തിൽ നടപ്പാക്കുക എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം. തീർച്ചയായിട്ടും ഇന്ന് വന്ന് ഈ കുടുംബത്തിൽ വന്ന് പാണക്കാട് തറവാട്ടിൽ വന്ന് ഈ ചടങ്ങിൽ ഈ പെരുന്നാളിന്റെ ഭാഗമായി മാറാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ എല്ലാവരുമായി പങ്കുവയ്ക്കുന്നു. എല്ലാവർക്കും ഈ പെരുന്നാളിന്റെ ആശംസകൾ കൂടി നേരുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു വഴുക്കൻ ഉത്തരമാണ് അദ്ദേഹം നൽകിയത്. അതിനുശേഷം വീണ്ടും മാധ്യമപ്രവർത്തകർ ചോദിച്ചു, റെയ്ഡിനെ കുറിച്ച് അങ്ങ് എന്തെങ്കിലും ഒന്ന് പറയൂ. അപ്പോഴും പൂക്കി ഭാവമിട്ട സതീശനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്താണ് സതീശൻ ഉദ്ദേശിക്കുന്നത്? അദ്ദേഹത്തിന് ഒരു ഉത്തരവാദിത്തപ്പെട്ട ചുമതലയില്ലേ? മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള ചുമതലയില്ലേ? ഇന്നലെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം CPIM പ്രവർത്തകർ പിണറായി വിജയന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിന്റെ പേരിൽ അഴിഞ്ഞാടിയപ്പോൾ, കേരളത്തിന്റെ തെരുവ് വീഥികളിലാകെ CPM തകർത്താടിയപ്പോൾ ഒരക്ഷരം മിണ്ടാനുള്ള ബാധ്യത മുഖ്യമന്ത്രി എന്ന നിലയിൽ സതീശനില്ലേ? 2ാം ദിവസമാണ് ചോദിക്കുന്നത്, അങ്ങേക്ക് എന്ത് ഉത്തരവാദിത്തമാണ് ഉള്ളത്? അങ്ങേക്ക് എന്തെങ്കിലും ഉത്തരവാദിത്തമുണ്ടെങ്കിൽ അങ്ങ് പറയൂ. അങ്ങയുടെ കേരളം ഇതാ ഇന്നലെ CPM പ്രവർത്തകർ കൈയാളിയിരിക്കുന്നു.
എന്നിട്ട് പോലും അങ്ങ് എന്തുകൊണ്ടാണ് ഈ 2ാം ദിവസവും മൗനം പാലിക്കുന്നത്? വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം കേരളത്തിലുണ്ടായിട്ടും എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി എന്ന നിലയിൽ വി ഡി സതീശൻ ഈ ദുരൂഹമായ മൗനം പാലിക്കുന്നത്? ക്യാമറയ്ക്ക് മുന്നിൽ കോമാളി വേഷം കെട്ടിക്കാണിക്കുന്നത്? അങ്ങയ്ക്ക് തീർച്ചയായും ഉത്തരവാദിത്വമുണ്ട് ഇതിന് മറുപടി പറയാൻ. കഴിഞ്ഞ 2-3 ദിവസമായി SFIക്കാരും DYFIക്കാരും CPMകാരും കേരളത്തെ കലാപഭൂമിയാക്കിയിട്ടും എന്തുകൊണ്ടാണ് അങ്ങ് ഇത്തരമൊരു കോമാളി വേഷം ക്യാമറയ്ക്ക് മുന്നിൽ കാണിക്കുന്നത്? കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഇത്തരമൊരു കോമാളി ഭാവങ്ങൾ കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? മുഖ്യമന്ത്രി നിലയിൽ അങ്ങയ്ക്ക് ഇതിന് മറുപടി പറയാൻ എന്താണ് മടി? അങ്ങയ്ക്ക് എന്താണ് അങ്ങയ്ക്ക് തടസ്സം? എന്തുകൊണ്ടാണ് അങ്ങ് ഈ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട റെയ്ഡിൽ അങ്ങ് മൗനം പാലിക്കുന്നത്? ആ മൗനത്തിന് പിന്നിൽ ദുരൂഹതമായ എന്തെങ്കിലും ഉണ്ടോ? അതോ സത്യസന്ധമായ മൗനമാണോ? എന്താണെന്ന് ആർക്കും അറിയില്ല. കേരളീയർക്ക് അറിയേണ്ടത് മുഖ്യമന്ത്രി എന്ന നിലയിൽ അങ്ങയുടെ അഭിപ്രായമാണ്. എന്തുകൊണ്ടാണ് അങ്ങ് ആ അഭിപ്രായം പറയാതെ മറച്ചു വെക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ധാർമ്മികമായ ചോദ്യം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.